أعوذ بالله من الشيطان الرجيم وإذ قال إبراهيم رب أرني كيف تحيي الموتى قال أولم تؤمن قال بلى لكن ليطمئن قلبي قال فخذ أربعة من الطير فصرهن إليك ثم اجعل على كل جبل منهن جزءا ثم ادعهن يأتينك سعيا واعلم أن الله عزيز حكيم. 260 ഈ വചനം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. വഇദ് ഖാല ഇബ്രാഹീമു റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത, എൻ്റെ റബ്ബ്, മരണപ്പെട്ടവരെ നീ എങ്ങനെ ജീവിപ്പിക്കുന്നുവെന്ന് എനിക്ക് നീ കാണിച്ചു തരണമേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. ഖാല അവലം തുഅ്മിൻ, അള്ളാഹു ചോദിച്ചു, നീ വിശ്വസിച്ചിട്ടില്ലേ? ഖാല ബല, ഇബ്രാഹിം പറഞ്ഞു, അതെ. വലാകിൻ ലിയത്മഇന്ന ഖൽബി, പക്ഷേ എൻ്റെ മനസ്സിന് സമാധാനം ലഭിക്കാൻ വേണ്ടിയാകുന്നു. ഖാല ഫഖുദ് അർബഅത മിന الطير فصرهن إليك ثم اجعل على كل جبل منهن جزءا. അള്ളാഹു പറഞ്ഞു, എന്നാൽ നീ 4 പക്ഷികളെ പിടിക്കുകയും അവയെ നിന്നിലേക്ക് അടുപ്പിച്ച് അവയെ കഷ്ണിച്ച് അവയുടെ ഓരോ അംശം ഓരോ മലയിലും വെക്കുകയും ചെയ്യുക. സുമ്മ ദുഉഹുന്ന യഅതീനക സഅയ, എന്നിട്ട് അവയെ നീ വിളിക്കുക, അവ നിൻ്റെ അടുക്കൽ ഓടി വരുന്നതാണ്. വഅലം അന്നല്ലാഹ അസീസുൻ ഹകീം, അള്ളാഹു പ്രതാപവാനും യുക്തിമാനുമാണ് എന്ന് നീ മനസ്സിലാക്കുക. ഇതിൻ്റെ ആശയം നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ സൂറ അധ്യായം അൽ ബഖറ ഹിഫ്ള് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ അവർക്കൊരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ളൊരു കാര്യമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഈ അസീസുൻ ഹക്കീം എന്ന് ഈ സൂറയിൽ 6 സ്ഥലങ്ങളിൽ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. അത് നമ്മൾ ഹിഫ്ളാക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് മാറിപ്പോകും. അത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ 6 സ്ഥലത്ത് അസീസുൻ ഹക്കീം എന്ന് ചേർത്ത് വന്നിട്ടുണ്ട് എന്ന്. ഖുർആനിൽ ഒരുപാട് വന്നിട്ടുണ്ട്. ഞാൻ ഈ അധ്യായത്തിലത്തെ മാത്രമാണ് സംസാരിക്കണത്. അപ്പോഴേ നമുക്ക് അതിങ്ങനെ നമ്മുടെ ഉള്ളിൽ അത് ഹിഫ്ള് ചെയ്ത് പോകാൻ കഴിയുള്ളൂ. അതിൽ ഏറ്റവും ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് അൽ അസീസ് അൽ ഹക്കീം, അൽ കൂട്ടിച്ചേർത്ത് വന്നത് ഒറ്റ സ്ഥലത്താണ്. ഒറ്റ സ്ഥലം, അത് 129-ാമത്തെ വചനമാണ്. റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കിഹിം ഇന്നക അൻതൽ അസീസുൽ ഹക്കീം. ക്ലിയർ അല്ലേ? ഇനി അൽ അസീസ് അൽ ഹക്കീം എന്ന് അൽ ബഖറയിൽ എന്തേ ഉള്ളൂ? ഒരു സ്ഥലത്തെ ചേർത്ത് വന്നിട്ടുള്ളൂ. അത് 129-ാമത്തെ വചനമാണ്. ഇനി ബാക്കിയുള്ള 5 സ്ഥലങ്ങളിലും നെക്കിറയായാണ് വന്നത്. നെക്കിറ എന്ന് പറഞ്ഞാൽ അലിഫ് ലാം ഇല്ലാതെ. അലിഫ് ലാം ചേർത്ത് വന്നാൽ മഅരിഫ എന്നാട്ടോ പറയാം. അത് അറബി ഭാഷയുടെ ഒരു വ്യാകരണ അല്ലെങ്കിൽ ഗ്രാമർ നിയമമാണ്. ഇനി 5 സ്ഥലത്തും വന്നത് നെക്കിറയാണ്. ഈ 5 സ്ഥലത്തും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ ഇസ്സത്തിനെയും ഹിക്മത്തിനെയും ഖുദ്റത്തിനെയും കുറിച്ചാണ്. മൊത്തത്തിൽ മനസ്സിലാക്കുക. ഇസ്സത്ത് എന്താ, ഹിക്മത്ത് എന്താണെന്നൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞുവല്ലോ. അപ്പോൾ അതിൽ 1-ാമത്തെ സ്ഥലം നമുക്ക് പരിശോധിച്ച് നോക്കാം. 1-ാമത്തെ സ്ഥലം 209-ാമത്തെ വചനമാണ്. 209-ാമത്തെ വചനം, فإن زللتم من بعد ما جاءتكم البينات فاعلموا أن الله عزيز حكيم. അതാണ് 209-ാമത്തെ വചനം. അവിടെ നോക്കൂ, അവിടെ ഫഇൻ സലൽതും മിൻ ബഅദി മാ ജാഅത്കുമുൽ ബയ്യിനാത്ത്, നിങ്ങൾക്ക് കൃത്യമായ തെളിവുകളൊക്കെ വന്ന ശേഷവും നിങ്ങൾ തെറ്റിപ്പോകാനാണ് തീരുമാനമെങ്കിൽ ഫഅലമു അന്നല്ലാഹ അസീസുൻ ഹക്കീം,
അവിടെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, തീർച്ചയായും അള്ളാഹു അസീസാണ്, ഹക്കീമാണ്. അപ്പോൾ അവിടെ അള്ളാഹു നമ്മളൊരു തെറ്റിലേക്ക് പോകുന്ന അവസ്ഥയിൽ അള്ളാഹുവിൻ്റെ ഇസ്സത്തിനെക്കുറിച്ചും ഹിക്മത്തിനെക്കുറിച്ചും സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? നമ്മൾ കൃത്യമായിട്ട് അങ്ങനെ മനസ്സിലാക്കി വെച്ച് പോകണം. അപ്പോഴാണ് നമുക്കത് കൃത്യമായി ബോധ്യമാവുക. ഇനി ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ പിന്നെ 2 സ്ഥലമായല്ലോ, 2 സ്ഥലമായി. 209 ആദ്യം പറഞ്ഞ 129 മനസ്സിലായല്ലോ. ഇനി 209 കഴിഞ്ഞാൽ പിന്നെ 220. വളരെ ആ എണ്ണം ഓർത്തു പോയാൽ മതി. 220 വചനം അത് യതീമുകളുടെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് വന്നത്. 220 വചനം ഏറ്റവും, അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 220. അതുകൊണ്ടാണ് ഞാൻ ആ ഓർഡർ അനുസരിച്ചാണ് പറയുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചാൽ മതി. എന്താണ് അവിടെ പറയുന്നത്? അവിടെ യതീമുകളെക്കുറിച്ച് പറഞ്ഞിട്ട് പറയാണ്, യസ്അലൂന ഫിദ്ദുനിയ വൽ ആഖിറ വയസ്അലൂനക അനിൽ യതാമ ഖുൽ ഇസ്ലാഹുൽ ലഹും ഖൈർ വഇൻ തുഖാലിതുഹും ഫഇഖ്വാനുകും വല്ലാഹു യഅലമുൽ മുഫ്സിദ മിനൽ മുസ്ലിഹ് വലൗ ശാഅ അല്ലാഹു ലഅനതകും ഇന്നല്ലാഹ അസീസുൻ ഹകീം. യതീമുകളെ കുറിച്ച് അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞാണ് ഇന്നല്ലാഹ അസീസുൻ ഹകീം. അവിടെ അള്ളാഹുവിൻ്റെ ഇസ്സത്തിനെ ഓർമ്മിപ്പിക്കുന്നത് ആരെയാണ്? യതീമിൻ്റെ സ്വത്ത് അല്ലെങ്കിൽ അവകാശം ഹക്കല്ലാതെ ഉപയോഗിച്ചവൻ. മനസ്സിലായല്ലേ? ഹക്കല്ലാതെ ഉപയോഗിച്ചവൻ അവൻ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അസീസാണ്, അള്ളാഹു ഹക്കീമാണ് എന്നാണ്. മനസ്സിലായില്ലേ? അതാണ് 220 വചനം. തൊട്ടടുത്തുള്ളത് 228 വചനമാണ്. 228 വചനം ത്വലാഖുമായി ബന്ധപ്പെട്ടാണ്. 228 അവിടെയാണ് പിന്നെ ഇത് ആവർത്തിച്ച് വന്നിട്ടുള്ളത്. അവിടെ വൽ മുതല്ലഖാതു യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന 3 ഖുറൂ വലാ യഹില്ലു ലഹുന്ന അൻ യക്തുംന മാ ഖലഖല്ലാഹു ഫീ അർഹാമിഹിന്ന എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അവസാനം വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ് വലിർരിജാലി അലൈഹിന്ന ദറജ എന്ന് പറഞ്ഞ് സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഉണ്ടാകേണ്ട ബന്ധം പറഞ്ഞു. സ്ത്രീകൾക്കും അവകാശമുണ്ട്, ബാധ്യതകളുണ്ട്, അതുപോലെ തന്നെ പുരുഷന്മാർ ശ്രദ്ധിക്കണം അതെന്ന് പറഞ്ഞിട്ട് പറയണം അല്ലാഹു അസീസുൻ ഹക്കീം. അവിടെ സ്ത്രീകളെ ഒരിക്കലും നിങ്ങൾ ദുൽമ ചെയ്യരുത്, ആക്രമിക്കരുത്. സ്ത്രീകളെ ആക്രമിച്ച് അവരുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ പുറത്താക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്ന് പറഞ്ഞിട്ട് പറയുകയാണെന്ത്? വല്ലാഹു അസീസുൻ ഹക്കീം. അള്ളാഹുവിൻ്റെ ഇസ്സത്തിനെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം, അള്ളാഹുവിൻ്റെ ഹിക്മത്തിനെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം എന്ന്. അപ്പോൾ അവിടെ ഒരിക്കലും സ്ത്രീകളെ ദ്രോഹിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. തൊട്ടടുത്തത് 240 വചനമാണ്. 240 വചനത്തിൽ എല്ലാവർക്കും അറിയാം. നമ്മൾ ഇത് വിവരിച്ചു പോയതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ആശയമൊന്നും പറയാതെ പറഞ്ഞു പോകുന്നത്. 240 വചനത്തിൽ പറയുന്നത് വല്ലദീന യുതവഫൗന മിൻകും വയദറൂന അസ്വാജൻ വസിയ്യതൻ ലിഅസ്വാജിഹിം മതാഅൻ ഇലൽ ഹുലി ഗൈറ ഇഖ്റാജ് ഫഇൻ ഖറജ്ന ഫലാ ജുനാഹ അലൈക്കും ഫീമാ ഫഅൽന ഫീ അൻഫുസിഹിന്ന മിൻ മഅറൂഫ് വല്ലാഹു അസീസുൻ ഹക്കീം. അതാണ് 240 വചനം. അവിടെ ഭർത്താവ് മരണപ്പെട്ടു, ഭാര്യ ജീവിച്ചിരിപ്പുണ്ട്, അങ്ങനെയുള്ള അവസ്ഥ, ആ സമയത്തുള്ള വസിയ്യത്തിനെക്കുറിച്ചാണ് പറയുന്നത്. മത്തായിൻ്റെ അതൊക്കെ നമ്മളവിടെ വിശദീകരിച്ചതാണല്ലോ. അപ്പോൾ അത് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞത് വല്ലാഹു അസീസുൻ ഹക്കീം എന്നാണ്. അപ്പോൾ ആരെങ്കിലും സ്ത്രീകളെ ഉപദ്രവിക്കുകയും അവരെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുകയും ഒക്കെ ചെയ്താൽ അവർക്ക് ആവശ്യമായ വസിയ്യത്ത് ചെയ്യാതെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഓർത്തോ അള്ളാഹു അസീസും അള്ളാഹു ഹക്കീമുമാണ് എന്ന്. അതാണ് 240. ഏറ്റവും അവസാനമായി വന്നത് 260 വചനമാണ്. അതാണല്ലോ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയ വചനം. അത് പിന്നെ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. 260 വചനം അതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയ വചനം. അതിലും അന്നല്ലാഹ അസീസുൻ ഹക്കീം. അതെന്തുകൊണ്ടാണ് അള്ളാഹു അസീസുൻ ഹക്കീം എന്ന് പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ.
അപ്പോൾ ഈ 6 സ്ഥലങ്ങളിലാണ് അസീസുൽ ഹക്കീം വന്നിട്ടുള്ളത്. ഈ 6 സ്ഥലങ്ങൾ നമ്മളിങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. 6 സ്ഥലങ്ങൾ. അതിൽ ഒരു സ്ഥലം ആദ്യത്തേത് ഓർക്കാൻ എളുപ്പമുണ്ട്. ആദ്യം വന്നത് അലിഫ്ലാമുള്ളതാണ്. അൽ അസീസ് അൽ ഹക്കീമാണ്. 129-ാമത്തെ വചനം. ബാക്കിയൊക്കെ അലിഫ്ലാം ഇല്ലാതെ നെക്കറയായിട്ടാണ്. അസീസ് ഹക്കീം എന്ന് മാത്രമാണ്. അത് വന്ന സന്ദർഭങ്ങൾ ഓർത്ത് വെക്കുക. അതാണ് അതിനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി. ഈ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇന്നലെ പറഞ്ഞല്ലോ, ഇതിലധിക വചനങ്ങളും അവസാനിക്കുന്നത് അങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ അസ്മാകളെ കൊണ്ടാണ്. അപ്പോൾ ഇത് മാറിപ്പോകാതിരിക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണ് അള്ളാഹു ഇസ്സത്തും ഹിക്മത്തും പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയാൽ മതി. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിരുന്ന് വരുന്ന അബദ്ധങ്ങൾ, തെറ്റുകൾ, വരാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അവിടേക്കാണ് അള്ളാഹു ഇസ്സത്തും ഹിക്മത്തും ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. അതാണ് 209, 220, 228, 240, 260 വചനങ്ങൾ. ഇവിടെ 3 സ്ഥലങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ്. 3 സ്ഥലങ്ങളിൽ മുതശാബിഹ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. 3 സ്ഥലങ്ങൾ. അത് മുതശാബിഹത്ത് എന്ന് പറഞ്ഞാൽ പരസ്പരം സാദൃശ്യമുള്ളതായിട്ടാണ്. അത് മുത്തല്ലഖത്തിനെ കുറിച്ച് പറഞ്ഞെടുത്തും അർമലത്തിനെ കുറിച്ച് പറഞ്ഞെടുത്തും യതീമിനെ കുറിച്ച് പറഞ്ഞെടുത്തും. മുത്തല്ലഖത്ത് എന്ന് പറഞ്ഞാൽ തലാഖ് ചെയ്യപ്പെട്ട സ്ത്രീ, അർമലത്ത് എന്ന് പറഞ്ഞാൽ വിധവയായ സ്ത്രീ, മറ്റത് യതീം. അത് മുത്തല്ലഖത്തിനെ കുറിച്ച് പറഞ്ഞത് 228-ലാണ്. മനസ്സിലായില്ലേ? അർമലയെക്കുറിച്ച്, അല്ലെങ്കിൽ മുതവഫ അൻഹ സൗജുഹ, ഭർത്താവ് മരണപ്പെട്ട, അതാണല്ലോ അർമല. അതിന് 240-ൽ അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അതുപോലെ അവസാനം 220-ൽ യതീമിനെക്കുറിച്ചും പറഞ്ഞു. ഇത് ഞാൻ മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി പറഞ്ഞത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത് ഈ സൂറ ഹിഫ്ള് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. ഹിഫ്ള് ചെയ്യുന്നവർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.